ഇന്നുണ്ടല്ലോ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു ദാൽ കിച്ചടി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതെന്താ ഇപ്പോൾ ഉണ്ടാക്കുന്ന റെസിപ്പി ഇടുന്നതെന്ന് വെച്ചാൽ ഉണ്ടല്ലോ, കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഉച്ചയ്ക്ക് ദാൽ കിച്ചടി കഴിച്ചിട്ട് ഒരു ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൊരു കമന്റ് വന്നു കേട്ടോ. അതായത് ഒരു ഗോപിക എന്ന് പറഞ്ഞൊരു കുട്ടി പറഞ്ഞു റെസിപ്പി പ്ലീസ് പറഞ്ഞു. അപ്പോൾ ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനെ വീഡിയോയിൽ ഒരു റെസിപ്പി ചോദിച്ചിട്ട് ഒരു കമന്റ് വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതിന്റെ പ്ലാനിങ് പോലും ഉണ്ടായിരുന്നില്ല ഇന്ന് ദാൽ കിച്ചടി ഉണ്ടാക്കാന്ന്. പക്ഷേ ആ ഒരു കമന്റ് രാവിലെ കണ്ടപ്പോൾ തൊട്ട് എന്തായാലും അത് ഉണ്ടാക്കി അതിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ദാൽ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ഇതിപ്പോൾ ഞാനിങ്ങനെ ദാൽ മിക്സ് ആയിട്ട് മേടിക്കാൻ കിട്ടും. ഞാൻ അതാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറുപയർ പരിപ്പ്, തുവരപ്പരിപ്പ്, പിന്നെ ഈ ഒരു ഓറഞ്ച് കളറിലൊരു ദാലില്ലേ മസൂർ ദാൽ എന്ന് പറഞ്ഞിട്ട് അത് 3 എടുക്കുക കേട്ടോ. പിന്നെ ബാസ്മതി റൈസ് ഇത് തന്നെ ഇത്രയും കൂടെ ഞാൻ ഇത് മിക്സ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാവേ. ഇപ്പോൾ ദാൽ താണ്ട് ഞാനിവിടെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട ഒനിയൻ, അതുപോലെ തന്നെ തക്കാളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു ചെറിയൊരു സവാള ആട്ടോ ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ 2 മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും, ഒരു പച്ചമുളകും, പിന്നെ 4-5 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില. അപ്പോൾ ഇത് ഇത്രയും ഞാനിവിടെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം കുക്കർ വെച്ചിട്ട് നമുക്ക് ആദ്യം 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് ഓയിലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ജീരകം ഇട്ടൊന്ന് പൊട്ടിക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും, കുറച്ച് കായപ്പൊടിയും, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവോള, കറിവേപ്പില ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം, മസാലപ്പൊടികൾ. കുറച്ച് ഉപ്പ് ആദ്യം ഇട്ട് കൊടുക്കുക. പിന്നെ അതിനുശേഷം മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി ഇത്ര കേട്ടോ ഇട്ട് കൊടുക്കണേ. നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ദാലിൻ്റെ മിക്സും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുക്കറിൽ ഞാനൊരു 6 വിസിലാട്ടോ അടുപ്പിച്ചെടുത്തേക്കുന്നത്. ഈ ഒരു പരുവത്തിൽ കിട്ടും. അതിനുശേഷം നമുക്ക് ഇതിനകത്തൊരു വറവ് ഇടണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ. പിന്നെ കടുകിട്ട് പൊട്ടിക്കുക, ഒരു വറ്റൽമുളക്, പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ ഈ റെഡിയാക്കി വെച്ചേക്കുന്ന കിച്ചടിക്കകത്തോട്ട് ഇടുക കേട്ടോ. ലാസ്റ്റിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇടണേ. നല്ല ടേസ്റ്റ് കൂട്ടും. അപ്പോൾ ഇത് അടിപൊളിയാട്ടോ. നിങ്ങൾ ഒരു പൊട്ടറ്റോ ഫ്രൈയും തൈരും ഒക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം മതി ഇതിൻ്റെ കൂടെ. അപ്പോൾ അത്രയുള്ളൂ. ടാറ്റാ.